ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എന്നോട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ജൂൺ മാസത്തിലെ മുഴുവൻ കാര്യങ്ങൾ ജൂൺ 1 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് സ്റ്റേറ്റ് ബിക്കം ദ അതിലേക്ക് സെലക്ട് ചെയ്യട്ടെ. വിച്ച് സ്റ്റേറ്റ് ബിക്കം ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു ലോഞ്ച് എ മറൈൻ സ്പേഷ്യൽ പ്ലാൻ MSP ഫോർ ഇന്റഗ്രേറ്റഡ് കോസ്റ്റൽ മാനേജ്മെന്റ്. അതായത് ഏത് സ്റ്റേറ്റ് ആണ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണ് MSP മറൈൻ സ്പേഷ്യൽ പ്ലാൻ ഡെവലപ്പ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ്. ഈ മറൈൻ സ്പേഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇപ്പൊ ഒരു കടലില് ഇത്ര ഏരിയാസ് ഫിഷിങ്ങിനാണ്, അല്ലെങ്കിൽ ഇത്ര ഏരിയാസ് ടൂറിസ്റ്റ് മേഖലയാണ്, അങ്ങനെ ഓരോരോ ഏരിയാസ് ഒരു പ്ലാൻ തയ്യാറാക്കുമല്ലോ. ആ പ്ലാനിനെയാണ് നമ്മൾ മറൈൻ സ്പേഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്ലാൻ കൊണ്ടുവന്ന സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഒഡീഷയാണ് കേട്ടോ. സോ ഒഡീഷ launched this pioneering framework to ensure the sustainable and integrated management of its coastal marine environment while balancing economic and ecological interest. Okay. രണ്ടാമത്തെ ചോദ്യം. The inaugural exercise പ്രഗതി 2026 was hosted by which organization? പ്രഗതി 2026 ഏത് ഓർഗനൈസേഷൻ ആണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ ആർമിയാണ് അല്ലെ. ഇന്ത്യൻ ആർമി ഹോസ്റ്റസ് ദ എക്സസൈസ് പ്രഗതി. ഓക്കെ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ലാക്ക് അഥവാ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾസ് ലൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഏതാണ് രാജ്യം? ഓപ്ഷൻ എ നേപ്പാൾ ആണോ? ഓപ്ഷൻ എ നേപ്പാൾ ആണോ? നേപ്പാൾ അല്ല അല്ലെ. ഓപ്ഷൻ ബി പാകിസ്ഥാൻ ആണോ? പാകിസ്ഥാൻ അല്ല അല്ലെ. ഓപ്ഷൻ സി ചൈനയാണോ അതോ ബംഗ്ലാദേശ് ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് ചൈന. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾസ് ലൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. കണ്ടോ, അതാണ് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇന്ത്യയും അതുപോലെ തന്നെ ഇതാണ് അല്ലെ. ഇത് ലൈൻ ഓഫ് കൺട്രോളും ഇത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും അല്ലെ. ഇത് ലൈൻ ഓഫ് കൺട്രോളും ഇത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും. ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബോർഡർ ആണ്. അപ്പോൾ എന്താണ് ഈ LOC, അതായത് ലൈൻ ഓഫ് കൺട്രോളും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലൈൻ ഓഫ് കൺട്രോൾ ഇസ് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതാണ് ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇസ് ദ ബോർഡർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇനി എന്താണ് LOC കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു മിലിറ്ററി കൺട്രോൾ ലൈൻ ആണ് അല്ലെ. സെപ്പറേറ്റിംഗ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാനി കൺട്രോൾ ഏരിയാസ് ഓഫ് ജമ്മു കാശ്മീർ. ഓക്കെ. ഇനി അതുപോലെ തന്നെ LAC എന്താണ്? ഡി ഫാക്ടോ ബോർഡർ സെപ്പറേറ്റിംഗ് ഇന്ത്യ ആൻഡ് ചൈനീസ് കൺട്രോൾ ടെറിട്ടറീസ്. ഇതിന്റെ ലെങ്ത് 740 കിലോമീറ്ററും ഇവിടുത്തെ ലെങ്ത് ലാക്കിന്റെ ലെങ്ത് 3488 കിലോമീറ്ററും ആണ്. ഇനി ഇത് എപ്പോഴാണ് വന്നത്? ഈ സിംല എഗ്രിമെന്റിന് ശേഷം 1972 ലോക്ക് വന്നത്. അതുപോലെ തന്നെ LAC വന്നത് ആഫ്റ്റർ ദി ഇന്ത്യൻ വേൾഡ് വാർ ഇല്ലേ. യെസ്. ഓക്കെ. അടുത്തത്. Which Indian state shares the longest international border with ബംഗ്ലാദേശ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ബോർഡർ ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി ത്രിപുര, ഓപ്ഷൻ ഡി വെസ്റ്റ് ബംഗാൾ. ദ റൈറ്റ് ആൻസർ ഈസ് വെസ്റ്റ് ബംഗാൾ അല്ലെ. വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് ഷെയർസ് ദ ലോങ്സ്റ്റ് ഇന്റർനാഷണൽ ബോർഡർ വിത്ത് ബംഗ്ലാദേശ്. റൈറ്റ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. MCADWM stands for മോഡേണൈസേഷൻ ഓഫ് കനാൽ ഡെവലപ്മെന്റ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ് ആണോ? അല്ല അല്ലെ. മോഡേണൈസേഷൻ ഓഫ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ് ആണോ? മാനേജ്മെന്റ് അല്ല. മാനേജ്മെന്റ് എന്തായാലും ഓഫ് കനാൽ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ മിഷൻ അല്ല. മോഡേൺ കനാൽ ഡിസ്ട്രിബ്യൂഷൻ വാട്ടർ മോഡലുള്ള ദ റൈറ്റ് ആൻസർ ഈസ് എന്താണ്? മോഡേണൈസേഷൻ ഓഫ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്തത് ആറാമത്തെ ചോദ്യം. ദ GI ടാഗ്ഡ് ക്യൂൻ പൈനാപ്പിൾ ബിലോങ്സ് ടു. അപ്പൊ ഈ ക്യൂൻ പൈനാപ്പിൾ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് ഫ്രൂട്ടും കൂടിയാണ്, സംസ്ഥാന ഫലം കൂടിയാണ്. കേരളത്തിലെ അല്ല, നമുക്ക് ജാക്ക് ഫ്രൂട്ട് ആണെന്ന് അറിയാം അല്ലെ. ഓപ്ഷൻ ബി മേഘാലയ, ഓപ്ഷൻ സി ത്രിപുര, ഓപ്ഷൻ ഡി ആസാം. ദ റൈറ്റ് ആൻസർ ഈസ് ത്രിപുര കേട്ടോ. അപ്പൊ ത്രിപുരയുടെ സ്റ്റേറ്റ് ഫ്രൂട്ട് ആണ് ക്യൂൻ പൈനാപ്പിൾ എന്ന് പറയുന്നത്. GI ടാഗ്ഡ് ഫ്രൂട്ട് ആണ്. കാര്യം അത് യെല്ലോ കളർ, ഭയങ്കര സ്വീറ്റ് ടേസ്റ്റ് ആണ്, റിച്ച് അരോമ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് ഹിയർ കംസ് ദ ക്യൂൻ pineapple, the royal fruit making India proud. GI tag fruit ആണ് അല്ലെ. GI tag fruit ക്യൂൻ pineapple belongs to Tripura. Okay. അടുത്തത് ഏഴാമത്തെ ചോദ്യം.
ഒരു ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന് ഒരു പുതിയ മെമ്പർ 27ാമത്തെ മെമ്പർ കിട്ടിയിട്ടുണ്ട്. ആ മെമ്പർ ഏതാണ്, ഏത് രാജ്യമാണ് എന്നുള്ളതാണ്. വിച്ച് കൺട്രി ഒഫീഷ്യലി ബിക്കം ദ 27th മെമ്പർ ഓഫ് ഇന്ത്യാസ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്? അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ശ്രീലങ്ക, ഓപ്ഷൻ ബി നേപ്പാൾ, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ഭൂട്ടാൻ. The right answer is Bangladesh. Okay, so Bangladesh officially become the 27th member of India's International Big Cat Alliance. Okay. അടുത്തത് 8ാമത്തെ ചോദ്യം. Which country is hosting the ICC Cricket World Cup 2027? 2027 നടക്കാനായിട്ട് പോകുന്ന ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്ന അല്ലെങ്കിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ്. ഇന്ത്യയാണോ? ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ. 3 കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് 3 കേട്ടോ. ദീസ് 3 nations are officially host for 2027 event എന്നുള്ളതാണ് പറയാനുള്ളത്. ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ 2027. അടുത്തത് 9ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ PM രാഹത് സ്കീം ലോഞ്ച്ഡ് റീസെന്റ്? അപ്പൊ ഈ ഇടയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള PM രാഹത് സ്കീമിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ റൂറൽ ഹൗസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് അല്ല. ഓപ്ഷൻ ബി റോഡ് ആക്സിഡന്റ് വിക്ടിം ട്രീറ്റ്മെന്റ്. ഓപ്ഷൻ സി ഹെൽത്ത് ഇൻഷുറൻസ് ഫോർ സീനിയർ സിറ്റിസൺ അല്ല. ഓപ്ഷൻ ഡി ഡിസാസ്റ്റർ റിലീസ് ഓപ്പറേഷനും അല്ല. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, റോഡ് ആക്സിഡന്റ് വിക്ടിം ട്രീറ്റ്മെന്റ് അല്ലെ. അതായത് ഈ PM രാഹത്ത് എന്ന് പറയുമ്പോൾ പ്രധാൻ മന്ത്രി രാഹത്ത് യോജന, അതായത് ഈ റോഡ് ആക്സിഡന്റ് ആയവർക്ക് എന്താണ് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഈ PM രാഹത്ത് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് 10ാമത്തെ ചോദ്യം. വിച്ച് സ്പേസ് ഓർഗനൈസേഷൻ ലോഞ്ച്ഡ് ദ പേസ് സാറ്റലൈറ്റ് മിഷൻ ടു സ്റ്റഡി ഓഷ്യൻ ബയോളജി, എയറോസോൾസ് ആൻഡ് ക്ലൗഡ്സ്? അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് സ്പേസ് ഓർഗനൈസേഷൻ ആണ് പേസ് എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് മിഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ISR, ഓപ്ഷൻ ബി നാസ, ഓപ്ഷൻ സി ESA, ഓപ്ഷൻ ഡി JAXA. ഏതാണ് റൈറ്റ് ആൻസർ? നാസയാണ് അല്ലെ. സോ നാസ space organization launched the PACE satellites mission to study ocean biology, aerosols and clouds. അപ്പൊ നമ്മള് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാം ഏതൊരു എക്സാമിനും കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഒരൊറ്റ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് 10 ക്വസ്റ്റ്യൻസ് വിത്ത് പിക്ചേഴ്സ് ആൻഡ് വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം.